നമ്മുടെ എല്ലാ സ്വപ്നമാണ് തീർത്ഥയാത്ര പോകുക. വെച്ചാൽ പ്രത്യേകിച്ച് എൻ്റെയും ഹസ്ബൻഡെയൊക്കെ സ്വപ്നമാണ്. അതുപോലെ മാം ഒത്തിരി തീർത്ഥയാത്രകൾ പോയിട്ടുള്ള വ്യക്തിയാണ്. അപ്പം അങ്ങനെ കാശിയിൽ 1-2 തവണ പോയിട്ടുണ്ട്. അപ്പം അങ്ങനെ പോയപ്പോൾ ഒരു വലിയൊരു അനുഭവം ഉണ്ടായെന്ന് പറഞ്ഞു. അത് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടൊന്ന് പറയാമോ? തീർച്ചയായിട്ടും പറയാം. അത് ഇങ്ങനൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് പറയുമ്പോൾ എത്രത്തോളം ആൾക്കാർ അംഗീകരിക്കും എന്നെനിക്കറിയില്ല. പക്ഷേ അത് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ ഒരു സന്തോഷമുള്ള ഒരു നിമിഷമാണ്. അതെ അതെ. ആദ്യം കാശിയിൽ പോയത് പ്രയാഗ്രാജ് കുംഭമേളയിൽ പങ്കെടുക്കാൻ പോകുമ്പോഴാണ്. അപ്പോൾ ഈ പറഞ്ഞ കുംഭമേളയിൽ നമ്മളൊരു ശിവലിംഗം വെച്ചിട്ട് പൂജ ചെയ്തു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ ശിവലിംഗം കാശിയിലെ ഒരു ക്ഷേത്രത്തിൽ ഒരു ആശ്രമത്തിലാണ് പ്രതിഷ്ഠ ചെയ്തത്. അപ്പോൾ അവിടേക്കൊരു ക്ഷണം ഉണ്ടായിരുന്നു ആ പ്രതിഷ്ഠാകർമ്മത്തിൽ പങ്കെടുക്കാനായിട്ട്. അങ്ങനെ പോകുമ്പോഴാണ് കാശിയിൽ വീണ്ടും ക്ഷേത്രത്തിൽ ദർശനമൊക്കെ ചെയ്തു വന്നത്. അപ്പോൾ അവിടെ വെച്ചിട്ട് കാശിയുടെ തെരുവിൽ വെച്ചിട്ട് എനിക്കൊരു പുണ്യ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഒരു ദിവസം വൈകുന്നേരം അവിടെ കുറച്ച് പർച്ചേസൊക്കെ ചെയ്തിട്ട് ഞങ്ങളിങ്ങനെ ഒരു ചായ കുടിക്കുന്ന ഒരു ചെറിയ വൈകുന്നേര സമയം ഒരു പീടികയുടെ അവിടെ ഒരു ബെഞ്ചിൽ ഇങ്ങനെ ഞാൻ ഇരിക്കുകയാണ്. അപ്പോൾ എൻ്റെ പുറകിൽ ഒരു വലിയൊരു എനർജി ഫീൽ ചെയ്തു എനിക്ക്. അപ്പോൾ എനിക്കറിയുന്ന ആരോ ഒരാൾ എൻ്റെ പിന്നിൽ വന്ന് നിൽക്കുന്ന പോലെ നമുക്കൊരു ഫീലുണ്ടായി. അപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു വൃദ്ധനാണ്, ഒരു അവധൂതനെ പോലൊരു വേഷത്തിലുള്ള ഒരാൾ. അദ്ദേഹം എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ആൾക്കാരോട് ചായ ചോദിച്ചു. അവർ ചായ മേടിച്ചു കൊടുത്തു. പിന്നെ ദക്ഷിണ എന്തോ കൊടുത്തിട്ട് ആൾ നടന്നുപോയി. അപ്പോഴും ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് ഇദ്ദേഹത്തിന് അറിയാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ചിന്തിക്കുകയാണ്, ആരാണ് ഇദ്ദേഹം എന്ന് പറഞ്ഞിട്ട് ചിന്തിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു റിയലൈസേഷൻ, അത് ഷിർദി സായി ബാബയാണ് എൻ്റെ പിന്നിൽ വന്ന് നിന്നതെന്ന് എനിക്കൊരു. അതെ അതെ, ബാബയുടെ ഡിവോട്ടിയാണ്. തീർച്ചയായിട്ടും ഷിർദിയിലും പോയിട്ടുണ്ട് ഞാൻ മുമ്പ്. അതെ. അപ്പോൾ ഞാൻ അദ്ദേഹമാണെന്ന് പെട്ടെന്ന് റിയലൈസ് ചെയ്തു. എന്നിട്ട് ഞാൻ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നവരോട് പറഞ്ഞു, അയ്യോ അത് ഷിർദി സായി ബാബയാണ്, എവിടെ അദ്ദേഹം എന്ന് നോക്കുമ്പോൾ അവിടെ നിന്ന് കടന്നു പോയി കഴിഞ്ഞു പുള്ളി. അല്ല, കാഴ്ചയിലൊക്കെ ഏകദേശം എനിക്കറിയുന്ന ഒരാൾ, മീൻസ് ഫെമിലിയർ ആയിട്ടുള്ള ഒരു ആളായിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ ഒന്നുമില്ല, കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരോട് ചായ ചോദിച്ചു, ആംഗ്യഭാഷയിലാണ് ചോദിച്ചത്. അപ്പോൾ അങ്ങനെ എന്നിട്ട് ആൾ കടന്നങ്ങ് പോവുകയും ചെയ്തു. പക്ഷേ എനിക്ക് പിന്നീട് നിരാശയായിപ്പോയി, അദ്ദേഹത്തിൻ്റെ അടുത്തൊന്നും സംസാരിക്കാൻ പറ്റിയില്ല, അങ്ങനെയൊക്കെ ചിന്തിച്ചു. പിന്നെ നെക്സ്റ്റ് ഡേ ആണ് നമ്മൾ റിട്ടേൺ വരുന്നത്. തിരിച്ചു വരുന്ന ദിവസം പകൽ സമയത്ത് അവിടെ എത്തിയിട്ട് അപ്പോഴെല്ലാം എൻ്റെ മനസ്സിൽ ഈ ഒരു നിരാശയാണ്, അദ്ദേഹത്തെ കണ്ടിട്ട് ഒന്ന് പോയി നമസ്കരിക്കാനോ മിണ്ടാനോ പറ്റിയില്ല എന്നുള്ളൊരിത്. എന്നിട്ട് ഞാൻ ഒപ്പം ഉണ്ടായിരുന്നവരോട് പറഞ്ഞു, ഇന്നലെ കണ്ടത് ഷിർദി സായി ബാബയാണ്, എനിക്ക് ഉറപ്പുണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്നിട്ട് ഞാൻ പറഞ്ഞു, അദ്ദേഹം ബാബയാണെങ്കിൽ ഇന്നും നമുക്ക് കാണാൻ പറ്റും എന്നിങ്ങനെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ തന്നെ വളരെ ദൂരത്ത് അദ്ദേഹം തന്നെ ഒരു തെരുവിലേക്ക് ഇങ്ങനെ ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒപ്പം വന്നവർക്കൊക്കെ ആ ഒരു അനുഭവം ഉണ്ടായി, അത് ബാബയാണെന്നുള്ളൊരു തോട്ട്. അപ്പോൾ ആ ഒരു സന്തോഷത്തിൽ ഞാൻ വീട്ടിൽ വന്നു. എന്നിട്ട് ഈ സായി സച്ചരിതം ഞാൻ വായിക്കാറുണ്ട്, ബാബയുടെ. ആ പുസ്തകം എടുത്ത് തുറന്ന് വായിക്കുമ്പോൾ അതിൽ വായിച്ച ആദ്യത്തെ വാചകം എന്ന് പറയുന്നത്, കാശിയും പ്രയാഗും കടന്നു വരുമ്പോൾ ഞാൻ ശ്യാമയുടെ മുമ്പിലെത്തും എന്ന് പറഞ്ഞൊരു വാചകമാണ് ഞാൻ വായിച്ചത്. അതെനിക്ക് ഭയങ്കരമായിട്ടൊരു എന്താ പറയുക, ഒരു നിർവൃതി എന്ന് പറയുന്ന ഒരു അനുഭവം തന്നു. ശരിക്കും അനുഗ്രഹിക്കാൻ തന്നെയായിരിക്കും. തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു, അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. വായിക്കാനും പറ്റി. അപ്പോൾ എനിക്കൊരു കൺഫർമേഷൻ കിട്ടിയതുപോലെ. ദൂരെ നിന്ന് ഞാൻ സൂം ചെയ്തൊരു വീഡിയോ എടുത്തിരുന്നു അദ്ദേഹത്തിൻ്റെ. വളരെ കൃത്യമായിട്ട് കിട്ടിയില്ലെങ്കിലും ചെറിയ രീതിയിൽ ആ ഒരു വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. അതൊരു നിധി പോലെ ഞാനിങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പറഞ്ഞ കാശിയും പ്രയാഗം കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും കാശിയിലെത്തുമ്പോഴാണ് ഇങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ടായത്. അപ്പോൾ അതും ഞാൻ ഈ വായിച്ച വാചകവും തമ്മിൽ ഭയങ്കരമായിട്ട് കണക്റ്റഡായിട്ട് ഫീൽ ചെയ്തു. അപ്പം ഞാൻ മെൻ്റലി ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈഡ്, ഒരു നിർവൃതി നിറഞ്ഞ ഒരു അനുഭവമാണ് അവിടെ ഉണ്ടായത്. അതെ, അത് ഈ പലപ്പോഴും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴും അത് ഇതാണെന്ന് തിരിച്ചറിയാൻ പറ്റുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. പ്രത്യേകിച്ച് ഇപ്പം ചരിത്രമൊക്കെ വായിക്കുന്നതുകൊണ്ടാവും നമുക്കത് കൂടുതൽ വ്യക്തമായിട്ട് അല്ലെ ആ തെളിവോടുകൂടി കിട്ടിയത്. അപ്പം അതൊരു വലിയൊരു ബ്ലെസ്സിംഗ്. വായിക്കാറുണ്ട്.
അതെ, വലിയൊരു ബ്ലെസ്സിങ് ആണ്, അനുഭവമാണ്. അപ്പം അത് ഇനി ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാവട്ടെ, എന്നും ആ ഒരു ബ്ലെസ്സിങ് ഉണ്ടാവട്ടെ, നമ്മുടെ കൂട്ടത്തിലുള്ളവർക്കും നമുക്കും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഇനി വേറെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ, കാശി മാത്രമല്ല, പിന്നെ അന്നപൂർണ്ണ ക്ഷേത്രത്തിലൊക്കെ പോയപ്പോൾ ഉണ്ടായ അനുഭവം. ദേവി ക്ഷേത്രം അല്ലേ, പാർവതി ദേവിയാണോ? അന്നപൂർണേശ്വരി ആയിട്ടാണ് അവിടെ ഇരിക്കുന്നത്. ആ ദേവിയാണ് അവിടെയുള്ള ശിവഭഗവാന് അന്നം കൊടുക്കുന്നത്. പിന്നെ അവിടെ 24 മണിക്കൂറും ഭക്ഷണം കിട്ടുന്ന ഒരു അന്നശാലയൊക്കെയാണ്. അന്നപൂർണ്ണ ദേവി എന്ന് പറയുന്നത് തന്നെ ആഹാരത്തിന്റെ അല്ലേ, ഫീഡിംഗ് ആണെന്ന് തോന്നുന്നു അല്ലേ? അതെ, നമുക്ക് എപ്പോഴും പോയാലും അവിടെ നിന്ന് അന്നദാനം കിട്ടും. അവിടെ നിന്ന് കഴിക്കാനും ഒക്കെ ഉള്ളൊരു ഭാഗ്യം അന്നേ ദിവസം രണ്ട് നേരമൊക്കെ അവിടെ നിന്ന് തന്നെ കഴിക്കാനും ഒക്കെ പറ്റി. അപ്പോൾ ഞാൻ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ പുറത്തേക്ക് ഇങ്ങനെ കറങ്ങാനൊക്കെ പോകുമ്പോൾ ഞാൻ ജസ്റ്റ് ധ്യാനിച്ചുകൊണ്ട് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ആ സമയത്ത് അവിടെ കുബേരസ്വാമിയുടെ ഒരു പ്രതിഷ്ഠയുണ്ട്. അവിടുത്തെ പൂജാരി എന്നെ തന്നെ നോക്കിയിട്ട് ഇങ്ങനെ പുറത്ത് തന്നെ ഇരുന്നിട്ട് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനോർത്ത് എന്താണാവോ അദ്ദേഹം നോക്കുന്നത് എന്ന്. അപ്പോൾ ഹിന്ദിയിലാണ് സംസാരിച്ചത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, സ്വാമിജി എന്തെങ്കിലും പറയാനുണ്ടോ, എന്നെ നോക്കിയിരിക്കുന്നല്ലോ കുറേ സമയമായിട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനെന്തിനാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്, നിങ്ങൾ തന്നെ പറയുമല്ലോ, മറ്റുള്ളവരുടെ എല്ലാവരുടെയും കാര്യം നിങ്ങൾ തന്നെ പറയുമല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു അനുഭവം ഭയങ്കരമായിട്ടുണ്ടായി. അപ്പോൾ എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ പറയൂ, നിങ്ങൾക്ക് പറയാൻ പറ്റുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സംസാരിച്ചു. പിന്നെ നമ്മളിങ്ങനെ എന്തെങ്കിലും ഒരു ഹിന്ദിയിലാണ്. അപ്പം ഇങ്ങനൊരു സിദ്ധി നമുക്കുണ്ടെന്ന് പ്രകടിപ്പിച്ച് നടക്കരുതെന്ന് മാസ്റ്റർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ആവശ്യമുള്ള സമയത്ത് മാത്രം നമ്മളത് ഉപയോഗിക്കണം എന്നുള്ള രീതിയിലാണ് മാസ്റ്റർ നമുക്ക് ദീക്ഷ തന്നു വെച്ചിരിക്കുന്നത്. അല്ലാതെ ഞാനൊരു വലിയ സംഭവമാണെന്ന് ഇങ്ങനെ പറയാനും പ്രകടിപ്പിക്കാനും ഒന്നും പാടില്ല സത്യത്തിൽ. പിന്നെ അന്നേരം ഞാൻ പറഞ്ഞു, ഞാനൊന്നും അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ലില്ല, നിങ്ങൾ മറച്ചു വയ്ക്കുകയാണ്, നിങ്ങൾക്ക് മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ പറയാം, ദേവിയുടെ ബ്ലെസ്സിങ്സ് ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കതൊക്കെ മനസ്സിലായി, നിങ്ങളിനി മറച്ചൊന്നും വെക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിച്ചു. അങ്ങനെയുള്ള ഒരു അനുഭവം ആ ക്ഷേത്രത്തിൽ വെച്ചിട്ടുണ്ടായിട്ടുണ്ട്. അതെ, അങ്ങനെ അവിടുത്തെ ബ്ലെസ്സിങ്ങും കിട്ടി തീർച്ചയായിട്ടും. അപ്പൊ ഇങ്ങനെ ഇന്ന ക്ഷേത്രങ്ങളിൽ പോകണമെന്ന് മനസ്സിൽ തോന്നിക്കുന്നതാണോ, അതോ ആരെങ്കിലും പറഞ്ഞിട്ട് അങ്ങനെ അവിടെ പോയാൽ നന്നായിരിക്കും അങ്ങനെ തോന്നി പോകുന്നതാണോ? ഇല്ല, അതൊരു നിയോഗം പോലെ എത്തിച്ചേരുന്നതാണ് മേഡം. ശരിക്കും പറഞ്ഞാൽ കുംഭമേളയും പെട്ടെന്ന് എടുത്തൊരു തീരുമാനത്തിലാണ് പോയത്. ഇത്രയും ഒരു വിശേഷപ്പെട്ട കുംഭമേള നടക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ എന്തായാലും നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ നടക്കുന്നല്ലോ, അപ്പോൾ എന്തായാലും പോകണം എന്ന് വെച്ചിട്ട് അങ്ങനെ അന്ന് പോയതാണ്. ആ കൂട്ടത്തിലാണ് കാശിക്ക് പോകാനും ഒക്കെ പറ്റിയത്. രണ്ടാമത് പോകുന്നത് ആ ഒരു നമ്മൾ പൂജിച്ചു കൊണ്ടിരുന്ന ശിവലിംഗം, അതിൻ്റെ ഒരു പ്രതിഷ്ഠയായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഓരോന്നും വന്നു ചേരുന്നതാണ്. നമ്മൾ അവിടെ ക്ഷണിക്കും പോലെ, കാശി വിളിക്കുന്നു, ബാബ വിളിക്കുന്നു എന്നൊക്കെ പറയും പോലെ അങ്ങനെ പോകാനായിട്ട് പറ്റിയതാണ് മേഡം. അതെ, ഇപ്പം കാശി പോയപ്പോഴും ഇങ്ങനെ ശ്രുതി സായി ബാബയെ കണ്ടു, അല്ലെങ്കിൽ ഇപ്പം ഇവിടെ അന്നപൂർണേശ്വരിയുടെ ക്ഷേത്രത്തിൽ പോയപ്പോൾ ഇങ്ങനെ അനുഭവങ്ങളുണ്ടായി. ഇങ്ങനെ ഇപ്പം നല്ല നല്ല അനുഭവങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. പക്ഷെ നമുക്കിപ്പം ബ്ലോഗ്സ് വരുമ്പം അല്ലെങ്കിൽ അടികൾ കിട്ടുമ്പോൾ പലരും നമുക്കെതിരെ നെഗറ്റീവ് എനർജീസ് അയക്കുമ്പോൾ അതിനെ ഇപ്പം ഈ കാണുന്ന പോലെ, ബാബയെ കാണുന്ന പോലെ ഈ നെഗറ്റീവ് എനർജീസിനെ ഏതെങ്കിലും രൂപത്തിലോ ഏതെങ്കിലും രീതിയിലോ ഒക്കെ കാണുകയോ അനുഭവിക്കുകയോ ചെയ്യാറുണ്ടോ? അത് കൂടുതലും കാഴ്ചയിലല്ല, നമ്മുടെ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ്. നമ്മൾക്ക് ആകെ ഇറിറ്റേഷൻ ഉണ്ടാകും. നമ്മുടെ വീട്ടിൽ ആണെങ്കിലും അന്തരീക്ഷത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും. വീട്ടിലുള്ള അംഗങ്ങളുടെ പെരുമാറ്റത്തിൽ രൂപമായിട്ടും കിട്ടാറുണ്ട്. അങ്ങനെ അധികം നമ്മുടെ ഓറയുടെ അടുത്തേക്കൊന്നും രൂപമായിട്ടുള്ളതൊന്നും വരാറില്ല. പിന്നെ പുറമേ നമ്മുടെ വൃക്ഷങ്ങളിലോ ചെടികളിലോ ഒക്കെ ഇങ്ങനെ പെട്ടെന്ന് പട്ടുപോകും, നല്ലതായിട്ട് നിൽക്കുന്ന സംഭവം. മരങ്ങളാണെങ്കിൽ ഒരു ചില്ല കരിഞ്ഞു പോകുന്നൊരവസ്ഥ, മീൻസ് അത് വന്നുപോയി എന്നുള്ളത് നമ്മൾ അറിയും. അങ്ങനെയാണ്, അത് നാച്ചുറലായിട്ട് സംഭവിക്കുന്നതല്ല. ഇങ്ങനത്തെ അതറിയാൻ പറ്റും. നമുക്ക് ഇങ്ങനെ ഈ ഒരു മേഖല നിൽക്കുന്നോണ്ടായിരിക്കുമല്ലോ തിരിച്ചറിയാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ അത് തിരിച്ചറിയാൻ പറ്റണമെന്നില്ലല്ലോ. പിന്നെ ഹീലിംഗ് ടൈമിൽ ചില നെഗറ്റീവ് എനർജി അറ്റാക്സ് ഉള്ള ആൾക്കാരുടെ നിന്ന് റിമൂവ് ആയി പോകുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. അത് ഡാർക്ക് കളർ എനർജി ആയിട്ടൊക്കെയാണ് പോകുന്നത്, അങ്ങനെ കാണാൻ പറ്റും. പക്ഷെ നേരത്തെ പറഞ്ഞ ഇപ്പൊ പോസ്റ്റ്മോർട്ടം പ്രശ്നങ്ങളാണെങ്കിലും ഈ പറഞ്ഞ മെനോപോസിന്റെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഹോർമോണൽ ചേഞ്ചസ് കൊണ്ടുവന്ന പ്രശ്നങ്ങൾ, അതൊന്നും റിമൂവ് ആയി പോകുമ്പോൾ അങ്ങനത്തെ എനർജീസ് ആയിട്ടൊന്നും കാണാറില്ലല്ലോ. ഇല്ല, അത് അവർക്ക് സെൻസ് ചെയ്യാൻ പറ്റും. ഈ എനർജി റിസീവ് ചെയ്യുന്ന ആളിന് ഒരു റിലീഫ്, ഒരു ആശ്വാസം, പിന്നെ നമ്മുടെ എനർജി അവരുടെ ബോഡിയിലേക്ക് പാസ് ചെയ്ത് പോകുന്നൊരു സിറ്റുവേഷൻ, അത് ആ വ്യക്തിയുടെ സോളിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് ഈ സെൻസ് ചെയ്യുന്നതിലും മാറ്റമുണ്ട്. നല്ലൊരു ഗ്രേസ് ഉള്ളൊരു സോളാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് കുറെ കൂടെ നല്ല രീതിയിൽ അറിയാൻ പറ്റാറുണ്ട്. ഇപ്പം മാം ഇങ്ങനെ നാഗസന്യാസിമാരെയും അഘോരിമാരെയും ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെ കാശി പോയി ഇപ്പം ശ്രുതി സായി ബാബയെ കണ്ടു. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നമുക്കും എന്തെങ്കിലും ഇതുപോലെയൊക്കെ ആവണം, അല്ലെങ്കിൽ
ഇങ്ങനെ സന്യാസ ജീവിതം നയിച്ച് ഈ രീതിയിൽ ഇങ്ങനെ നമുക്ക് സാധാരണ ജീവിതം നയിച്ച് പോകണം അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടോ? നമ്മുടെ മനുഷ്യജന്മത്തിന് ഒരു പർപ്പസ് എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് ആ ഒരു എനർജിയിലേക്ക് ലയിക്കുക എന്നുള്ളത് തന്നെയാണ്. പിന്നെ ഈ ഒരു എന്താ പറയുക, ഒരു ഫാമിലി ആയിട്ടൊക്കെ വരുമ്പോൾ നമുക്ക് ചെയ്തു തീർക്കാനുള്ള കുറേ കടമകളൊക്കെ ഉണ്ടല്ലോ. അത് ചെയ്തു തീർക്കുമ്പോൾ എനിക്കും അങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങളൊക്കെ കൈലാസത്തിൽ പോകണം, കാശിയിലേക്ക് പോകണം, അങ്ങനെയൊക്കെയുള്ള തോന്നലുകൾ ഉണ്ടാവാറുണ്ട്. അങ്ങനെ പോയിട്ട് ഒരു എന്താ പറയുന്ന ഒരു ആശ്രമ ജീവിതം അല്ലെങ്കിൽ അങ്ങനെ ഒരു ജീവിതം നയിച്ചു പോകണം എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു 10-12 വർഷങ്ങൾക്ക് മുമ്പാണ് അങ്ങനെ ഒരു സന്യാസ ജീവിതത്തിലേക്കൊക്കെ ഭയങ്കരമായിട്ട് കണക്റ്റ് ആയിപ്പോയി. ഞാൻ ഈ ഭൗതികമായിട്ട് ഡിസ്കണക്റ്റ് ആയി പോകുന്ന ഒരു അവസ്ഥയിലോട്ടൊക്കെ പോയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചുറ്റിനുമുള്ള എല്ലാവരും എൻ്റെ മകൾക്കന്ന് ഒരു 1.5 വയസ്സ് പ്രായമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ആ ഒരു സമയത്ത് ഇതെല്ലാം വിട്ടെറിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയല്ല. പിന്നെ ഞാനത് തിരിച്ചറിഞ്ഞു. എനിക്ക് ഈ ഭൗതികത്തിൽ കുറേ കടമകൾ ചെയ്തു തീർക്കാനുണ്ട്. പിന്നെ എന്നെക്കൊണ്ട് മറ്റുള്ള കുറേ ആൾക്കാർക്ക് ഒരു കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുള്ളൊരു നിയോഗവും എൻ്റെ സോളിനുണ്ടെന്നുള്ളൊരു റിയലൈസേഷൻ എനിക്കുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ശാന്തമായിട്ടുള്ളൊരു ജീവിതം അത് തന്നെയാണ് എൻ്റെയും ആഗ്രഹം. അതെ. ഹസ്തരേഖാശാസ്ത്രം നോക്കുന്ന ഒരു വ്യക്തിയാണല്ലോ, അല്ലേ? ഹസ്തരേഖ നോക്കുന്ന വ്യക്തിയാണ്. അപ്പം നമ്മളിപ്പം ഈ പറഞ്ഞ ഗ്രഹനില വെച്ചിട്ടാണെങ്കിലും താമ്പൂലം വെച്ചിട്ടാണെങ്കിലും അതുപോലെ തന്നെ അത്രയും തന്നെ പലരും താല്പര്യപ്പെടുന്ന ഒരു വിഷയമായിരിക്കും ഇതും. അപ്പോൾ ഹസ്തരേഖാശാസ്ത്രം ഈ വരുന്നവരോടൊക്കെ താല്പര്യപ്പെട്ട് വരുന്നവർക്ക് നോക്കി കൊടുക്കാറുണ്ട്. അങ്ങനെ നോക്കി കൊടുക്കുമ്പം പല കാര്യങ്ങളും നോക്കുന്നുണ്ടാവും. അതിൽ നമ്മളെ ഏറ്റവും കൂടുതൽ ഇങ്ങനൊരു രേഖ ഞാൻ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ ഒരു പ്രത്യേകമായ രേഖ കാണുന്നു എന്നും പറഞ്ഞ് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഉള്ള അവസരം ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ അത്രയും ഒരു പ്രത്യേകതയുള്ളൊരു രേഖയുള്ള ആൾക്കാരെ നേരിട്ട് ഇതുവരെയും കണക്റ്റ് ആയിട്ടില്ല. പക്ഷെ നമുക്ക് അറിയാൻ പറ്റും, പഠിച്ചിട്ടുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ചില അടയാളങ്ങളും ചില പ്രത്യേക രേഖകളും, സരസ്വതി രേഖ, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. നമുക്കത് അറിയാൻ പറ്റും. ഇവർ ആത്മീയ ജീവിതത്തിലേക്കാണോ പോകുന്നത്, അങ്ങനെയൊക്കെ റിയലൈസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള രേഖകൾ നമ്മുടെ ഹസ്തരേഖയിലുണ്ട്. എപ്പോഴും ഹൃദയരേഖ, രേഖ, വിദ്യാഭ്യാസ രേഖ, അങ്ങനെയൊക്കെയുള്ള കുടുംബജീവിതത്തിന്റെ രേഖ, അല്ലെ വിദേശത്ത് പോകാൻ പറ്റും, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പൊതുവായിട്ട് നോക്കാറുള്ളത്. പിന്നെ ഓരോ മണ്ഡലമായിട്ടുള്ളത് എങ്ങനെയുള്ളതൊക്കെയാണ് കണ്ടുള്ളത്? അങ്ങനെ വ്യത്യസ്തമായിട്ട് ഡയറക്റ്റ് എനിക്കിതുവരെ വന്നിട്ടില്ല. പക്ഷെ ആത്മീയതയിലേക്ക് പോകുന്ന ആൾക്കാരുടെയൊക്കെ കുറച്ച് രേഖകൾ കാണാൻ പറ്റിയിട്ടുണ്ട് ഹസ്തരേഖയിൽ. ഈ സരസ്വതി രേഖ എന്ന് പറഞ്ഞ അങ്ങനെയുള്ള രേഖയാണോ? അതെ അതെ അതെ. അതുണ്ടെങ്കിൽ അങ്ങനെ രേഖയുണ്ടെങ്കിൽ സ്പിരിച്വാലിറ്റിയിൽ കണക്ഷനുള്ള ആളാണ്. അറിവ്, നല്ല രീതിയിൽ അറിവ് ഉള്ള ഒരു വ്യക്തിയായിട്ടൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവർ. പിന്നെ ഓരോ രേഖ വന്നു കഴിഞ്ഞാൽ ആരോഗ്യപരമായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുള്ള ഉള്ള ആൾക്കാർക്ക് ആരോഗ്യരേഖ കാണാറുണ്ട്. അപ്പോൾ അത് പോയിരിക്കുന്ന പൊസിഷൻ ചങ്ങല പോലെയൊക്കെയാണോ, അങ്ങനെയൊക്കെ നോക്കിയിട്ട് നമുക്ക് ഇന്ന രോഗമാണെന്നൊക്കെ നമുക്ക് ആ ഒരു ആരോഗ്യരേഖ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ക്യാൻസർ പോലുള്ള രോഗങ്ങളൊക്കെ ഉള്ള ആൾക്കാരുടെ കയ്യിൽ ഈ പറയുന്ന ആരോഗ്യരേഖ പലപ്പോഴും കാണാറുണ്ട്. അതെ. പിന്നെ ഹസ്തരേഖ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. മീൻസ് ഒരു നിശ്ചിത കാലയളവ് കഴിയുമ്പോൾ നമ്മുടെ ഹസ്തരേഖ ആ ഒരു പ്രസൻറ്റിൽ നമുക്ക് എന്താണോ അതിലായിരിക്കും കൂടുതലായിട്ട് ഹസ്തരേഖയിൽ മണ്ഡലങ്ങൾ ഉയർന്നിരിക്കുന്നതാണെങ്കിലും താഴ്ന്നിരിക്കുന്നതാണെങ്കിലും ഒക്കെ നമുക്ക് ആ സമയത്ത് നമ്മുടെ ഈ ജ്യോതിഷപ്രകാരം ജാതകവശാൽ ഗ്രഹങ്ങൾ നിൽക്കുന്ന പൊസിഷനും അത് നമുക്ക് അനുകൂലമാണെങ്കിൽ ആ ഒരു മണ്ഡലങ്ങളൊക്കെ അതിനനുസരിച്ചിട്ടുള്ള മിതമായ രീതിയിൽ ഉയർന്ന് അങ്ങനെയൊക്കെ കാണാൻ പറ്റും. അങ്ങനെയാണ് ഹസ്തരേഖയിലൂടെ പ്രശ്നം പരിഹാരവും ഒക്കെ പറയാൻ പറ്റുന്നത്. എപ്പോഴും സ്ത്രീകൾക്ക് ഇടത് കൈയും പുരുഷന്മാർക്ക് വലത് കൈയും തന്നെയാണ്. അതെ അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഓപ്പോസിറ്റ് കൈ നമ്മുടെ പൂർവ്വജന്മമായിട്ട് കണക്റ്റഡ് ആയിട്ട് പറയാനും പറ്റും. ഓപ്പോസിറ്റ് ഉള്ള കൈ അങ്ങനെ പൂർവ്വജന്മത്തെ പറ്റി പറഞ്ഞു കൊടുക്കാറുണ്ടോ? പറ്റാറുണ്ട്, നോക്കാറുണ്ട്. ഇന്ന ജന്മം എടുത്തിരുന്നു അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ജീവിതം ഇങ്ങനെയുള്ള ജീവിതം നയിച്ചിരുന്നു എന്നുള്ള കാര്യം പറയാൻ പറ്റും. പൂർവ്വജന്മത്തിൽ അങ്ങനെ ആയിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ കണക്ട് ചെയ്ത് പറയാൻ പറ്റും. അപ്പം ഇടത് കൈയിലല്ലേ സ്ത്രീകളെ സംബന്ധിച്ചോളം ഇടത് കയ്യിൽ കാണുന്നത് ഇപ്പോഴുള്ള ലൈഫാണ്. ഈ സമയത്ത് വർത്തമാന കാലത്തെ പറ്റിയാണ് പറയാൻ പറ്റുക. ഭാവിയെ പറ്റി പ്രവചിക്കുന്നത് ശരിക്കും ചിലപ്പോൾ മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. വരകൾ മാറാം എന്നാണ് പറയുന്നത്. പിന്നെ ചില സിറ്റുവേഷനുകളിൽ ചില അടയാളങ്ങളൊക്കെ പ്രത്യക്ഷപ്പെടാം. മനസ്സിലായില്ലേ? അങ്ങനെയൊക്കെ ഒരുപാട് ഈ മറുകുകളും മറ്റും ഓരോ മണ്ഡലങ്ങളിൽ കയ്യിലൊക്കെ കാണാവുന്ന രീതിയുണ്ട്. അതെ അതെ. നമ്മുടെ ഈ ചന്ദ്രമണ്ഡലം എന്ന് പറയുന്ന ഏരിയ ഈ ഒരു ഏരിയയാണ്. ഈ മണ്ഡലത്തിൽ ഈ പറയുന്ന പോലെ കറുത്ത മറുകൊക്കെ വരികയാണെങ്കിൽ അവർക്ക് മാനസികമായിട്ട് വലിയ രീതിയിലുള്ള മാനസിക വിഷമങ്ങളുണ്ടെന്നും ആ ഒരു ഏരിയയിൽ രേഖ മുറിഞ്ഞു പോവുകയാണെങ്കിൽ മാനസികമായ രോഗങ്ങളിലൂടെ കടന്നു പോകുന്നു, ഡിപ്രഷൻ, ആൻസൈറ്റി, അങ്ങനെയൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഓരോ മണ്ഡലം ശുക്രമണ്ഡലത്തിൻ്റെത് വെച്ചിട്ട് അവരുടെ ഒരു ഫിനാൻഷ്യൽ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ പറയാൻ പറ്റും.
ഈ രേഖകൾ മാറുന്നതും ചിലപ്പോൾ നമ്മുടെ കർമ്മത്തിൽ അധിഷ്ഠിതമായിരിക്കുമോ? എന്നുവെച്ചാൽ നമ്മളിപ്പോൾ ചെയ്യുന്ന കർമ്മത്തിനനുസരിച്ച് നമ്മുടെ വരകൾ കുറച്ചുകൂടെ തെളിഞ്ഞു വരാനും അല്ലെങ്കിൽ നല്ല രീതിയിൽ വരാനും ഒക്കെ കർമ്മ എന്ന് പറയുന്നുള്ളൊരു കാര്യം എന്തായാലും നമ്മുടെ ലൈഫിൽ ആ ഒരു ഗ്രഹനിലയിൽ ഉണ്ടാക്കുന്ന മാറ്റം തന്നെ നമ്മുടെ ഹസ്തരേഖയിലും ഉണ്ടാക്കും. രണ്ടും സെയിം ആയിരിക്കും. മാഡം ഇപ്പോൾ ഞാൻ താമ്പൂലം ആണെങ്കിലും കവടി പ്രശ്നമാണെങ്കിലും ഹസ്തരേഖയൊക്കെ ആണെങ്കിലും എല്ലാത്തിനും ആൻസർ ഒന്നേ ഉള്ളൂ. നോക്കുന്ന മെത്തേഡ് തമ്മിൽ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷെ എല്ലാത്തിലും വരുന്ന ആൻസർ ഒന്ന് തന്നെയായിരിക്കും. ഗ്രഹനിലയിൽ ഗ്രഹങ്ങൾ ഉച്ചത്തിൽ നിൽക്കുന്ന സമയമാണെങ്കിൽ അത് ഈ ഹസ്തരേഖയിലെ മണ്ഡലങ്ങളിൽ അത് പ്രതിപാദിക്കും. നമുക്കത് കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഈ മറുകല്ലാതെ പിന്നെ എന്തെങ്കിലും അടയാളങ്ങളോ പുള്ളികളോ കുരിശടയാളങ്ങളൊക്കെ ചില മണ്ഡലങ്ങളിൽ വന്നു കഴിഞ്ഞാൽ അത് നെഗറ്റീവായിട്ടുള്ളതാണ് കൂടുതലായിട്ടും പറയാൻ പറ്റുന്നത്. ഇൻറ്റു മാർക്ക് ചില പ്രത്യേക ഏരിയയിൽ വരുമ്പോൾ അത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്കും കണക്ട് ചെയ്യാൻ പറ്റും. യവ അടയാളം അതൊക്കെ കുറച്ച് നമുക്ക് പോസിറ്റീവ് സ്വഭാവമാണെങ്കിൽ ഇങ്ങനെ വിരൽ മടക്കുമ്പം ഈ മടക്കിന്റെ വെച്ചിട്ട് ഇങ്ങനെ ശൂലം പോലെ നിൽക്കുമ്പം നമ്മൾ ആ സ്വഭാവം അല്ലെങ്കിൽ സാമ്പത്തികമൊക്കെ അങ്ങനെ അറിയാൻ പറ്റുന്ന അങ്ങനെയൊക്കെ ഞാനിങ്ങനെ പലതിലുമൊക്കെ കണ്ടിട്ടുള്ളതാണ്. അങ്ങനെയൊക്കെ തിരിച്ചറിയാൻ പറ്റുമല്ലേ? ഇതുപോലെ തന്നെയാണ് താമ്പൂല പ്രശ്നവും ചെയ്യുന്നത്. അതെ അതെ. മീൻസ് ഹസ്ബൻഡും വൈഫും തമ്മിൽ എങ്ങനെയായിരിക്കും എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറയാൻ പറ്റും. ഈ താമ്പൂല പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല വെറ്റില ഇത്ര എണ്ണം വാങ്ങിച്ചോണ്ട് വരാൻ പറയും, അല്ലെങ്കിൽ അത് അവരുടെ ഇഷ്ടത്തിനുള്ള എണ്ണം കൊണ്ടുവരാൻ പറയും. അത് തിരഞ്ഞെടുക്കാൻ പാടില്ല. കടക്കാരൻ എന്താണോ കൊടുക്കുന്നത് അത് കൊണ്ടുവരണം. അതനുസരിച്ചാണ് അവരുടെ ഫലം. അല്ലാതെ നമുക്കിപ്പോൾ നല്ല തളർ വെറ്റില നോക്കി നല്ലത് നോക്കി എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാ കാര്യങ്ങളും സെയിം ആയിരിക്കില്ലേ? 12 രാശിയുടെയും ഫലം ഒരുപോലെ വരുമല്ലോ. അതെ, ഇവരുടെ മനസ്സിൽ തോന്നുന്ന ഒരെണ്ണം ഇത്ര എണ്ണം വാങ്ങി വരാൻ പറയില്ല. ഞാൻ കുറച്ച് വെറ്റില വാങ്ങി വരാനേ പറയുള്ളൂ. പിന്നെ നമുക്കതിലൊരു കാൽക്കുലേഷൻ ഉണ്ട്. അവർ കൊണ്ടുവന്ന് വെറ്റില വെച്ചിട്ട് ഒരു കാൽക്കുലേഷൻ ഉണ്ട്. അതനുസരിച്ചാണ് ആ സമയത്തെ രാശി കണ്ടുപിടിക്കുന്നത്. എന്നിട്ടാണ് ഫലം പറയുന്നത്. ആ ടൈമിലെ ഗ്രഹനിലയുമായിട്ട് കണക്ട് ചെയ്ത് അങ്ങനെയാ പറയുന്നത്. ആ ഇലയിൽ എന്തെങ്കിലുമൊക്കെ പുള്ളികളും അതിനനുസരിച്ച് ഫലം ഓരോന്നും പറയാൻ പറ്റും. ഇന്ന പ്രശ്നങ്ങൾ അതിൽ ഭാവിയൊക്കെ ഒരുപാട് പ്രവചിക്കാൻ പറ്റുമല്ലേ ആ രീതിയിൽ? അപ്പം അതിലും ഈ പൂർവ്വജന്മത്തെ പറ്റി പറയാൻ പറ്റുമോ? ഇല്ല. ഈ വർത്തമാന കാലവും പിന്നെ ഭാവി ദശ അല്ലെ കാലവും മാത്രമേ പറയാൻ പറ്റൂ. പറ്റുന്നത് അങ്ങനെയാണ്.